പേര് പറയുന്ന വിധങ്ങളോട് ചോദിക്കുന്നത് നന്നാകാനൊരു വഴി പറഞ്ഞതാ. ഈ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട് എന്റെ ഉപ്പമാരോട് പറയുകയാണ്, നന്നാകണോ വാപ്പാ, നന്നാകണോ വാപ്പാ. മക്കളെ, ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ നിൽക്കുന്ന പള്ളിയിലെ ചെറുപ്പക്കാരെ പറയും, എനിക്ക് വല്ലാത്ത ചങ്കൂറ്റമാ. പാതിരാത്രി വേണമെങ്കിലും ഞാൻ ഏത് സ്ഥലത്ത് കൂടെയും ഒറ്റയ്ക്ക് നടന്നു പോകാതെ ഉള്ളവരാ. പേടിയില്ല, എനിക്ക് മുഴുവനെയും പേടിയില്ല. ഏത് പാതിരാത്രിയും ഞാൻ ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും പോകുമെന്ന് സങ്കൂട്ടത്തോടെ പറയുന്ന പെരുമൈ നാട്ടിലെ ചെറുപ്പക്കാരോട്, മോനെ പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് വന്ന് പോകണ്ടടാ. നാളെ രാവിലെ ഒരു 11 മണിയാകുമ്പോ നിനക്ക് സമയം കിട്ടിയ ഭീമാപള്ളിയുടെ കബറസ്ഥാനിലൊന്ന് പോകണേ മോനെ. കബറ നേരത്തെ കുഴിച്ചിട്ടുണ്ടല്ലോ. ഈ കാണുന്ന ഭീമാപള്ളിയുടെ കബറസ്ഥാനിൽ നാളെ ഒരു 11 മണിക്ക് ഒറ്റയ്ക്ക് ചെന്നിട്ട് കുഴിച്ചിട്ടിരിക്കുന്ന അടച്ചിട്ടിരിക്കുന്ന കബറിന്റെ മുകളിൽ നിന്ന് എല്ലാം ഒന്നെടുത്ത് മാറ്റിയിട്ട് ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? നാളെ പകൽ 11 മണിക്ക് ഈ കാണുന്ന ഭീമാപള്ളിയുടെ കബറസ്ഥാനിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കബറിന്റെ അകത്ത് ഇറങ്ങിയത് ഒരു 10 മിനിറ്റ് ഇരിക്കാനുള്ള ഏത് ചെറുപ്പക്കാരനാണോ? ഏത് ചെറുപ്പക്കാരനാണോ? അവനെ കണ്ണ് നിറയാതെ കൈകാലുകൾ നിറയ്ക്കാതെ ഹൃദയമൊന്നും പിടയ്ക്കാതെ കബറിനകത്ത് ഇറങ്ങിയിരിക്കാതിരിക്ക ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? ഇല്ലടാ മോനെ. ഏത് ചങ്കൂറ്റമുള്ളവനും പതറിപ്പോകുമടാ. കാരണം കബറന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ. കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ. റബ്ബിയതിൽ കിടക്കേണ്ടതാ സുമാനാ. കബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാ പേടിക്കണമെന്നാണ്. കബറ് കണ്ടാ കരയണമെന്നാ. കബറ് കണ്ടാ കരയണമെന്നാ. ചെറുപ്പക്കാരാ, ഇറങ്ങല്ലേടാ മോനെ. കബറിനകത്ത് ഇറങ്ങല്ലേ. ചിലപ്പോ അതിനകത്തിട്ട് മൂടേണ്ടി വരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് അതിനുള്ള ധൈര്യമൊന്നും കാണില്ല. ഈ കബറിന്റെ മുകളിൽ നിന്നിട്ട് ആ കുഴിച്ചിട്ടിരിക്കുന്ന കുഴിയിലേക്കൊന്ന് നോക്കുമോനെ. കബറസ്ഥാനിലേക്കൊന്ന് നോക്കുമോനെ. ഭീമാപള്ളി വിറപ്പിച്ച ഒരുപാട് പേര് ഇവിടെ കിടക്കുന്നുണ്ടോ? ഈ നാട്ടിലെ കൊലകൊമ്പന്മാര്, പോലീസന്മാര്, ഗുണ്ടകൾ, ഈ നാട് വിറപ്പിച്ച എത്രയോ കൊലകൊമ്പന്മാര് ഭീമാപള്ളിയുടെ മണ്ണിനടിയിൽ കിടക്കുന്നതാ. അവന്റെ കബറിന്റെ മുകളിൽ നിൽക്കുന്ന ചെടി നിന്നെ നോക്കിയിട്ട് ചിരിക്കുകയാ. ആ കബറിന്റെ മുകളിൽ നട്ട് വെച്ചിരിക്കുന്ന ചെടിയുണ്ടല്ലോ, അത് ചിരിക്കുകയാ. പറയുന്നത് എന്തെന്നറിയോ? എന്റെ താഴെ കിടക്കുന്നവന്റെ തലച്ചോറിലെ വളം വലിച്ചെടുത്താണ്. അവന്റെ തലച്ചോറിലെ വളം വലിച്ചെടുത്തിട്ടാണ് ഞാനിങ്ങനെ നിലഞ്ഞു നിൽക്കുന്നതെന്ന് ആ ചെടിയുടെ പോലും എന്നോട് പറഞ്ഞു തരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് കബറിലേക്ക് നോക്കണ. കബറിന്റെ ആഴം സോദരാ നീ നോക്ക്. അതിൽ നിന്ന് മെല്ലെ ഇറക്കലും ആഴം സോദരാ നീ നോക്ക്. അതിൽ നിന്ന് മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമിൽ ഒരുക്കുണ്ട്. കൊടുസായ നമ്മൾ കണ്ടിട്ട്